വൃന്ദാവനത്തിൽ നാശം വിതയ്ക്കുന്ന മഴ. വൃന്ദാവനത്തിൽ ഗോപാലകർ ഒരുക്കുന്ന യാഗം കൃഷ്ണൻ നിർത്തിയെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ കോപാകുലനായി നന്ദമഹാരാജാവിന്റെ നേതൃത്വത്തിലുള്ള വൃന്ദാവനത്തിലെ ജനങ്ങളുടെ മേൽ തന്റെ കോപം ചൊരിഞ്ഞു. കൃഷ്ണൻ അവരെ വ്യക്തിപരമായി സംരക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നിട്ടും വിവിധ മേഘങ്ങളുടെ നിയന്താവ് എന്ന നിലയിൽ അദ്ദേഹം സംവർത്തകം എന്ന ഒരു മേഘത്തെ വിളിച്ചു. ഈ മേഘം മുഴുവൻ പ്രപഞ്ച പ്രകടനത്തിന്റെയും അന്തിമനാശത്തിൽ ഉപയോഗിക്കുന്നു. ഇന്ദ്രൻ അതിനോട് വൃന്ദാവനത്തിന് മുകളിലൂടെ പറന്ന് മുഴുവൻ പ്രദേശവും ജലപ്രവാഹത്താൽ നിറക്കാൻ ഉത്തരവിട്ടു. ഇന്ദ്രൻ അസുരനായി സ്വയം ഒരു സർവശക്തനായ പരമോന്നത വ്യക്തിത്വമായി കരുതി. അസുരന്മാർ ശക്തരാകുമ്പോൾ അവർ പരമമായ നിയന്താവായ ഭഗവാനെ എതിർക്കുന്നു. ഇന്ദ്രൻ ഒരു രാക്ഷസനായിരുന്നില്ല, പക്ഷേ അവൻ തന്റെ ഭൗതിക സ്ഥാനത്തെക്കുറിച്ച് അഭിമാനിക്കുകയും പരമോന്നത നിയന്താവിനോട് മത്സരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കുറച്ചു നേരത്തേക്കെങ്കിലും താൻ കൃഷ്ണനെപ്പോലെ ശക്തനാണെന്ന് അദ്ദേഹം കരുതി. ഇന്ദ്രൻ പറഞ്ഞു, വൃന്ദാവനത്തിലെ ജനങ്ങളുടെ ധിക്കാരം നോക്കൂ. അവർ വെറും കാട്ടുമൃഗങ്ങളാണ്. പക്ഷേ ഒരു സാധാരണ മനുഷ്യനല്ലാതെ മറ്റൊന്നുമല്ലാത്ത അവരുടെ സുഹൃത്തായ കൃഷ്ണനിൽ അവർ ആശയക്കുഴപ്പത്തിലായി. അവർ ദേവന്മാരെ ധിക്കരിക്കാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഭഗവദ്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ദേവന്മാരെ ആരാധിക്കുന്നവർ അത്ര ബുദ്ധിമാന്മാരല്ല. എല്ലാത്തരം ആരാധനകളും ഉപേക്ഷിച്ച് കൃഷ്ണബോധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ ഇന്ദ്രനെ കോപിപ്പിച്ചതും പിന്നീട് ശിക്ഷിച്ചതും ഭക്തർക്ക് വ്യക്തമായി കാണിച്ചുതരുന്നത് കൃഷ്ണബോധം വളർത്തിയെടുക്കുന്ന ആളുകൾ ഒരു ദേവനെയും ആരാധിക്കേണ്ടതില്ല എന്നാണ്. ആ ദേവൻ കോപിച്ചേക്കാം. കൃഷ്ണൻ തന്റെ ഭക്തർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു. അവർ അവന്റെ കാരുണ്യത്തിൽ മാത്രം ആശ്രയിക്കണം. വൃന്ദാവനത്തിലെ ജനങ്ങളുടെ പ്രവൃത്തികളെ ഇന്ദ്രൻ അപലപിച്ചുകൊണ്ട് പറഞ്ഞു, വൃന്ദാവനത്തിലെ ജനങ്ങൾ ദേവന്മാരുടെ അധികാരത്തെ പുച്ഛിക്കുന്നതിനാൽ ഭൗതിക അസ്തിത്വത്തിൽ കഷ്ടപ്പെടും. ദേവന്മാർക്ക് യാഗങ്ങൾ അർപ്പിക്കാൻ അവർ അവഗണിച്ചതിനാൽ ഭൗതിക അസ്തിത്വത്തിന്റെ സമുദ്രത്തിലെ തടസ്സങ്ങളെ മറികടക്കാൻ അവർക്ക് കഴിയില്ല. അദ്ദേഹം തുടർന്നു പ്രഖ്യാപിച്ചു, വൃന്ദാവനത്തിലെ ഈ ഗോപാലകർ കൃഷ്ണൻ എന്ന വാചാലനായ ഒരു ആൺകുട്ടിയുടെ ഉപദേശപ്രകാരം എന്റെ അധികാരത്തെ അവഗണിക്കുകയാണ്. അവൻ ഒരു കുട്ടി മാത്രമാണ്. അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവർ എന്നെ വളരെയധികം കോപാകുലനാക്കി. അതിനാൽ അദ്ദേഹം സംവർത്തക മേഘത്തോട് വൃന്ദാവനത്തിലേക്ക് പറന്ന് അവിടെയുള്ള ഐശ്വര്യം നശിപ്പിക്കാൻ ആജ്ഞാപിച്ചു. വൃന്ദാവനത്തിലെ ജനങ്ങൾ അവരുടെ ഭൗതിക സമ്പത്തിൽ വളരെയധികം അഭിമാനിക്കുകയും അവരുടെ കൊച്ചു സുഹൃത്തായ കൃഷ്ണനിൽ അമിതമായ ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു. ഇന്ദ്രൻ പറഞ്ഞു, തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് കരുതുന്നുണ്ടെങ്കിലും പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള ക്രമത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു വാചാലനായ കുട്ടിയാണ് കൃഷ്ണൻ. അവർ അവനെ അത്ര ഗൗരവമായി എടുക്കുകയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അവരുടെ പശുക്കൾ ഉൾപ്പെടെ അവരെല്ലാം നശിച്ചു പോകട്ടെ. അതുകൊണ്ട് അദ്ദേഹം സംവർത്തക മേഘത്തോട് വൃന്ദാവനത്തിലേക്ക് പറന്നുവന്ന് അതിനെ പൂർണ്ണമായും നിറക്കാൻ ആജ്ഞാപിച്ചു. ഇന്ദ്രൻ സംവർത്തക മേഘത്തെയും അതോടൊപ്പമുള്ള മറ്റു മേഘങ്ങളെയും വൃന്ദാവനത്തിലേക്ക് പറക്കാൻ ഉത്തരവിട്ടപ്പോൾ മേഘങ്ങൾ അത്തരമൊരു ദുഷ്ടത ചെയ്യാൻ ഭയപ്പെട്ടു. എന്നാൽ ഇന്ദ്രൻ രാജാവ് അവർക്ക് ഉറപ്പു നൽകി, മുന്നോട്ടു പോകൂ, ഞാൻ നിങ്ങളുടെ പിന്നാലെ എന്റെ ആനപ്പുറത്ത് കയറി വലിയ കൊടുങ്കാറ്റുകൾ കൊണ്ടുവരും. വൃന്ദാവന നിവാസികളെ ശിക്ഷിക്കാൻ ഞാൻ എന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കും. ഇന്ദ്രരാജാവിന്റെ കൽപ്പന പ്രകാരം വൃന്ദാവനത്തിന് മുകളിൽ അപകടകരമായ മേഘങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അവർ തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തുടർച്ചയായി മഴ പെയ്യാൻ തുടങ്ങി. ഇടവില്ലാതെ മിന്നലും ഇടിമുഴക്കവും ഉണ്ടായി. ശക്തമായ കാറ്റ് വീശി തുടർച്ചയായി മഴ പെയ്തു. മൂർച്ചയുള്ള അമ്പുകൾ പോലെ മഴ പെയ്തു. തൂണുകൾ പോലെ ശക്തമായ തുടർച്ചയായ നീരൊഴുക്കുകൾ ഉണ്ടായതിനാൽ മേഘങ്ങൾ ക്രമേണ വൃന്ദാവനത്തിന്റെ മുഴുവൻ ദേശത്തെയും വെള്ളത്തിലാഴ്ത്തി. അങ്ങനെ ഉയർന്ന പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്രത്യക്ഷമായി. പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് സ്ഥിതി മോശമായിരുന്നു. പേമാരിക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. വൃന്ദാവനത്തിലെ എല്ലാ ജീവജാലങ്ങളും തണുപ്പിൽ വിറക്കാൻ തുടങ്ങി. രക്ഷയ്ക്ക് മറ്റൊരു മാർഗവും കാണാതെ അവർ ഗോവിന്ദന്റെ പാദങ്ങളിൽ അഭയം തേടി സമീപിച്ചു. പ്രത്യേകിച്ച് കനത്ത മഴയിൽ ദുരിതമനുഭവിക്കുന്ന പശുക്കൾ തല കുനിച്ചു. കന്നുകുട്ടികൾ ശരീരത്തിനടിയിൽ ഒളിച്ചിരിക്കെ പരമപുരുഷന്റെ താമരപ്പൂക്കളിൽ അഭയം തേടി. വൃന്ദാവനത്തിലെ എല്ലാ നിവാസികളും ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രിയ കൃഷ്ണ, നീ സർവശക്തനും ഭക്തരോട് വളരെ ദയയുള്ളവനുമാണ്. ഇപ്പോൾ ദയവായി ഞങ്ങളെ സംരക്ഷിക്കൂ. കാരണം കോപാകുലനായ ഇന്ദ്രൻ ഞങ്ങളെ പീഡിപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ കേട്ടപ്പോൾ തന്റെ ബഹുമാനാർത്ഥം ഒരു യാഗം നഷ്ടപ്പെട്ട ഇന്ദ്രൻ ആ കാലഘട്ടത്തിന് തികച്ചും അസാധാരണമായ ആലിപ്പഴവും ശക്തമായ കാറ്റും നിറഞ്ഞ ഒരു മഴ പെയ്യിക്കാൻ കാരണമായെന്ന് കൃഷ്ണന് മനസ്സിലായി. ഇത് ഇന്ദ്രന്റെ കോപത്തിന്റെ മനഃപൂർവമായ പ്രകടനമാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം ചിന്തിച്ചു, സ്വയം പരമോന്നതനായി കരുതുന്ന ഈ ദേവൻ തന്റെ വലിയ ശക്തി പ്രകടിപ്പിക്കുന്നു. പക്ഷേ എന്റെ നിലപാടനുസരിച്ച് ഞാൻ അവന് ഉത്തരം നൽകും. പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിൽ അവൻ സ്വതന്ത്രനല്ലെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. ഞാൻ എല്ലാറ്റിന്റെയും പരമാധികാരിയാണ്. അതിനാൽ അവന്റെ ശക്തിയിൽ നിന്ന് ജനിച്ച അവന്റെ വ്യാജ അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും. ദേവന്മാർ എന്റെ ഭക്തരാണ്. അവർ സാധാരണയായി എന്റെ മേധാവിത്വം മറക്കാറില്ല. പക്ഷേ ഇന്ദ്രൻ എങ്ങനെയോ തന്റെ ഭൗതിക ശക്തി കാരണം അഹങ്കാരിയായി. ഇപ്പോൾ അവൻ വഞ്ചിതനായി. അവന്റെ വ്യാജ അഹങ്കാരം ഇല്ലാതാക്കാൻ ഞാൻ പ്രവർത്തിക്കും. എന്റെ കാരുണ്യത്തിന് പൂർണ്ണമായും കീഴടങ്ങിയതും ഞാൻ പൂർണ്ണ സംരക്ഷണം സ്വീകരിച്ചതുമായ എന്റെ ശുദ്ധഭക്തരെ വൃന്ദാവനത്തിൽ ഞാൻ സംരക്ഷിക്കും. എന്റെ നിഗൂഢ ശക്തിയാൽ ഞാൻ അവരെ രക്ഷിക്കണം.
ഈ ചിന്തകൾക്ക് ശേഷം ഭഗവാൻ കൃഷ്ണൻ ഒരു കൈകൊണ്ട് ഗോവർദ്ധന കുന്നിനെ ഒരു നിമിഷം കൊണ്ടുയർത്തി, ഒരു കുട്ടി നിലത്തുനിന്ന് ഒരു കൂൺ ഉയർത്തുന്നതുപോലെ. അങ്ങനെ ഗോവർദ്ധന കുന്നിനെ ഉയർത്തുന്ന തന്റെ അതീന്ദ്രിയ വിനോദം അദ്ദേഹം പ്രദർശിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം തന്റെ ഭക്തരെ അഭിസംബോധന ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, വൃന്ദാവനത്തിലെ എന്റെ പ്രിയപ്പെട്ട നിവാസികളെ, ഞാനിപ്പോൾ ഉയർത്തിയ ഗോവർദ്ധന കുന്നിന്റെ ഈ കുടക്കീഴിൽ നിങ്ങൾക്ക് ഇപ്പോൾ സുരക്ഷിതമായി പ്രവേശിക്കാം. അത് എന്റെ കയ്യിൽ നിന്ന് വീഴുമെന്ന് ഭയപ്പെടേണ്ട. മഴയുടെ പെരുമഴയും ശക്തമായ കാറ്റും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. അതിനാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ ഈ കുന്ന് ഒരു വലിയ കുട പോലെ ഉയർത്തി. വരാനിരിക്കുന്ന അപകടത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ അനുയോജ്യമായ ഒരു അഭയകേന്ദ്രമാണിതെന്ന് ഞാൻ കരുതുന്നു. ഈ വലിയ കുടക്കീഴിൽ നിങ്ങളുടെ മൃഗങ്ങളുമായി സന്തോഷിക്കൂ. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ഉറപ്പു നൽകി. വൃന്ദാവനത്തിലെ എല്ലാ നിവാസികളും അവരുടെ സ്വത്തുക്കളും മൃഗങ്ങളുമായി വലിയ പർവ്വതത്തിനടിയിൽ പ്രവേശിച്ചു, സുരക്ഷിതരായിരുന്നു. വൃന്ദാവനത്തിലെ ജനങ്ങളും അവരുടെ മൃഗങ്ങളും ഒരാഴ്ച മുഴുവൻ വിശപ്പോ ദാഹമോ മറ്റു ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാതെ അവിടെ തന്നെ തുടർന്നു. കൃഷ്ണൻ തലയ്ക്ക് മുകളിൽ ഇടതുകൈയുടെ ചെറുവിരലിൽ മല പിടിച്ചു നിൽക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. സ്വർഗരാജാവായ ഇന്ദ്രൻ കൃഷ്ണന്റെ അസാധാരണമായ നിഗൂഢ ശക്തി കണ്ടപ്പോൾ മിന്നലേറ്റതുപോലെ അവൻ നിന്നു. അവന്റെ ദൃഢനിശ്ചയം ആവിയായി. അവൻ ഉടൻ തന്നെ മേഘങ്ങളെ വിളിച്ചുവരുത്തി എല്ലാം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ആകാശം തെളിഞ്ഞു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചയുടനെ ശക്തമായ കാറ്റ് നിലച്ചു. ഗോവർദ്ധന കുന്നിനെ ഉയർത്തിയവൻ എന്നറിയപ്പെടുന്ന പരമദിവ്യോത്തമ വ്യക്തിത്വമുള്ള കൃഷ്ണൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗോപാലകരെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ, കുട്ടികൾ, പശുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുമായി പുറത്തുപോകാം. കാരണമെല്ലാം കഴിഞ്ഞു. നദികളിലെ വെള്ളം കുറഞ്ഞു. വെള്ളപ്പൊക്കം കഴിഞ്ഞു. ആ പുരുഷന്മാർ തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വണ്ടികളിൽ കയറ്റി പശുക്കളെയും സാധനങ്ങളെയും പതുക്കെ പുറത്തേക്ക് കൊണ്ടുപോയി. എല്ലാം വൃത്തിയാക്കിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന കുന്നിനെ അത് ആദ്യമുണ്ടായിരുന്ന സ്ഥാനത്ത് തന്നെ ശ്രദ്ധാപൂർവം സ്ഥാപിച്ചു. എല്ലാം പൂർത്തിയായപ്പോൾ വൃന്ദാവനത്തിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം കൃഷ്ണനെ സമീപിച്ച് അത്യധികം ആനന്ദത്തോടെ അവനെ ആലിംഗനം ചെയ്തു. സ്വാഭാവിക വാത്സല്യമുള്ള ഗോപികമാർ അവരുടെ കണ്ണുനീരിൽ കലർത്തിയ തൈര് അദ്ദേഹത്തിന് സമർപ്പിച്ച് നിരവധി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അമ്മ യശോദ, അമ്മ രോഹിണി, നന്ദ, ബലശാലികളിൽ ശക്തനായ ബലരാമൻ എന്നിവർ ഒന്നിനുപുറകെ ഒന്നായി കൃഷ്ണനെ ആലിംഗനം ചെയ്തു. സ്വതസിദ്ധമായ സ്നേഹത്താൽ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചു. സ്വർഗത്തിൽ സിദ്ധലോകം, ഗന്ധർവലോകം, കരണലോകം തുടങ്ങിയ വ്യത്യസ്ത ഗ്രഹവ്യവസ്ഥകളിൽ നിന്നുള്ള വിവിധ ദേവന്മാരും പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ചു. അവർ ഭൂമിയിൽ പുഷ്പവൃഷ്ടി നടത്തി, ശംഖുകൾ മുഴക്കി, ഡ്രം മുഴങ്ങി. ദിവ്യാനുഭൂതികളാൽ പ്രചോദിതരായ ഗന്ധർവലോക നിവാസികൾ ഭഗവാന്റെ പ്രീതിക്കായി ഡ്രം വായിക്കാൻ തുടങ്ങി. ഈ സംഭവത്തിനുശേഷം പരമപുരുഷനായ ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും മൃഗങ്ങളുടെയും ചുറ്റുമായി വീട്ടിലേക്ക് മടങ്ങി. ഗോപികമാർ പതിവുപോലെ ഭഗവാൻ കൃഷ്ണന്റെ മഹത്വപൂർണമായ ലീലകൾ ആലപിച്ചു. അവരുടെ ശബ്ദങ്ങൾ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്ന ആഴമേറിയ വികാരങ്ങൾ പ്രകടിപ്പിച്ചു. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.